നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഉമ്മൻചാണ്ടി തന്റെ രാഷ്ട്രീയ ഗുരുവെന്ന് രാഹുൽ ഗാന്ധി. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. വിവിധ സേവന പദ്ധതികൾക്കും തുടക്കം. മലരിക്കൽ ആമ്പൽ ടൂറിസത്തിലൂടെ ഇനി കർഷകർക്കും വരുമാനം. തീരുമാനം തിരുവാർപ്പ് പഞ്ചായത്തും വിവിധ പാടശേഖര സമിതികളും ചേർന്ന യോഗത്തിൽ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ പാലാ സ്വദേശി രാജേഷ് ഐവിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ. തിങ്കളാഴ്ച കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് നാളെ തുടക്കം. പ്രധാന തിരുനാൾ ഈ മാസം 28-ന്. നാളെ മുതൽ വിശ്വാസികളുടെ പ്രവാഹം. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. ഉമ്മൻചാണ്ടി തന്റെ രാഷ്ട്രീയ ഗുരുവെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇതോടൊപ്പം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിതം ഹോമിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്ന് രാഹുൽ ഗാന്ധി പുതുപ്പള്ളി പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 21 വർഷത്തെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രമാത്രം തന്നെ സ്വാധീനിച്ച മറ്റൊരു നേതാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ക്രിമിനൽ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. എന്നിട്ടും ഒരിക്കലും ഒരു മോശം പരാമർശം ഉമ്മൻചാണ്ടി ഇതേക്കുറിച്ച് നടത്തിയിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ഗുരു ഡസ് നോട്ട് മീൻ ടീച്ചർ. ഗുരു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടീച്ചർ, പഠിപ്പിക്കുന്ന ആൾ എന്ന് മാത്രമല്ല. Teacher is someone who explains something to you or maybe tells you some information or teaches you something. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് നമ്മൾ ടീച്ചറായി കണക്കാക്കുന്നത്. A guru is somebody who shows you direction. പക്ഷെ ഗുരു എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് വഴി കാട്ടി തരുന്ന ആളിനെയാണ് നിങ്ങൾ ഗുരു എന്ന് പറയുന്നത്. And a guru is somebody who shows you direction by his actions. ആ ഗുരു എന്ന് പറയുന്ന വ്യക്തി നമുക്ക് വഴി കാട്ടി തരുന്നത് ആ വ്യക്തിയുടെ പ്രവൃത്തികളിലൂടെയാണ്. So in many ways Umanchandi ji is my guru and the guru of many people in India. പല അർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിജി എന്ന് പറയുന്നത് എന്റെ ഗുരുവാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും പല അർത്ഥത്തിൽ ഉള്ള ഗുരുവാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് ഏവരുടെയും ഉത്തരവാദിത്വമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. KPCC നടപ്പിലാക്കുന്ന ശ്രുതി തരംഗം പദ്ധതിയിലൂടെ 3 കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നൽകുന്ന 11 വീടുകളുടെ താക്കോൽദാനം എന്നിവയും രാഹുൽ ഗാന്ധി നിർവഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. രാവിലെ പള്ളിയിലെത്തിയ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് പുഷ്പചക്രം അർപ്പിച്ചു. പുഷ്പാർച്ചനയും നടത്തി. മതസാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുതുപ്പള്ളി. മലരിക്കൽ ആമ്പൽ ടൂറിസത്തിലൂടെ ഇനി കർഷകർക്ക് വരുമാനം. സീസൺ കഴിയുന്നതോടെ കേടുപാട് വന്ന വരമ്പുകൾ നന്നാക്കാനും പാടശേഖരങ്ങളുടെ പുറംബണ്ട് ശക്തിപ്പെടുത്താനും ഈ തുക കർഷകർക്ക് ഉപയോഗിക്കാൻ കഴിയും. മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ നദീ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച മലരിക്കൽ ആമ്പൽ ടൂറിസം കർഷകർക്ക് വരുമാനം നൽകുന്ന നൂതന മാതൃകയാകുന്നു. തിരുവാർപ്പ് പഞ്ചായത്തിലെ 1800 ഏക്കർ വരുന്ന ജെ ബ്ലോക്ക് 850 ഏക്കർ വിസ്തൃതിയുള്ള തിരുവായിക്കരി പാടശേഖര സമിതികളും സഞ്ചാരികളെ വള്ളങ്ങളിൽ എത്തിക്കുന്നവരും ചേർന്നാണ് ധാരണയുണ്ടാക്കിയത്. സീസൺ കഴിയുന്നതോടെ കേടുപാട് സംഭവിച്ച വരമ്പുകൾ നന്നാക്കാനും പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ ശക്തിപ്പെടുത്താനും ഈ തുക കർഷകർക്ക് ഉപയോഗിക്കും കഴിയും. ഓരോ പാടശേഖരങ്ങളിലും ഉപയോഗിക്കുന്ന വള്ളങ്ങൾ അതാത് പാടശേഖര സമിതികളുമായി ചേർന്ന് സഞ്ചാരികൾക്ക് കടവുകൾ ക്രമീകരിക്കും. റൊട്ടേഷൻ അടിസ്ഥാനങ്ങളിൽ വള്ളങ്ങൾ ക്രമീകരിക്കും. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കും. വള്ളങ്ങളുടെ രജിസ്ട്രേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട്. മലരിക്കൽ ടൂറിസം സോണായ പശ്ചാത്തലത്തിൽ വാഹന ഗതാഗതവും ക്രമീകരിക്കും. സഞ്ചാരികൾ കാഞ്ഞിരം പാലം കടന്ന് മലരിക്കൽ ജംഗ്ഷനിലെത്തി തിരിച്ചു പോകുന്ന വിധം പാർക്കിംഗ് നിർബന്ധമാക്കി. സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഫീസ് നൽകിയും ഉപയോഗിക്കാൻ കഴിയും. പുതുതായി വീതി കൂട്ടിയ റോഡിന്റെ ഭാഗത്ത് താൽക്കാലികമായോ സ്ഥിരമായോ വ്യാപാര സ്ഥാപനങ്ങൾ അനുവദിക്കില്ല. പൊതുമരാമത്ത് വകുപ്പ് അത് നീക്കം ചെയ്യും. വള്ളങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവർ യൂണിഫോം ധരിക്കണമെന്നും ധാരണയായിട്ടുണ്ട്. ആമ്പൽ ഫെസ്റ്റ് സംഘാടകരായ തിരുവാർപ്പ് പഞ്ചായത്ത്, മലരിക്കൽ ടൂറിസം സൊസൈറ്റി, ജെ ബ്ലോക്ക്, തിരുവായിക്കരി പാടശേഖര സമിതികൾ ചേർന്നാണ് തീരുമാനം എടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പാലാ സ്വദേശി രാജേഷ് ഐവിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ. ഈ ആവശ്യം ഉന്നയിച്ച് തിങ്കളാഴ്ച കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തും.
വിദേശ രാജ്യങ്ങളിൽ മുന്തിയ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വൻ തുക ആളുകളിൽ നിന്ന് തട്ടിയെടുത്ത് മുങ്ങിയ പാലാ സ്വദേശി രാജേഷ് IV, തൊടുപുഴ കരിമന്ന സ്വദേശി മനുമോൻ ജോസ് എന്നിവരെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തട്ടിപ്പ് നടത്തി 1 വർഷം കഴിഞ്ഞിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഈ 21-ാം തീയതി അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ ഒരു ഏകദിന ഉപവാസം, തട്ടിപ്പിനെതിരെ ഉള്ള ഒരു പരിപാടി, പ്രധാനമായിട്ടും രാജേഷ് എന്ന് പറയുന്ന തട്ടിപ്പ് വീരനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി ഈ പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുവാൻ സർക്കാർ ഇടപെട്ട് സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജേഷിനെ പിടികിട്ടാത്ത സാഹചര്യത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടർക്ക് മെമ്മോറാണ്ടം അടക്കം കൊടുക്കുവാനും ഏകദിന ഉപവാസം നടത്തുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ പേഴ്ക്കാപ്പള്ളി AR കൺസൾട്ടൻസി എന്ന പേരിൽ ഇവർ നടത്തിവന്ന ഏജൻസി വഴിയാണ് വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരെ വിളിച്ചു വരുത്തിയത്. ഇവരുടെ സ്ഥാപനങ്ങളിലൂടെയും അല്ലാതെയും നേരിട്ടും ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട് വന്ന 100 കണക്കിന് ആളുകളാണ് ഇവർ വ്യാജരേഖ വരെ നൽകി തട്ടിപ്പിനിരയാക്കിയത്. 4 കോടിയോളം രൂപ ഇവർ തട്ടിച്ചിരുന്നെന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. മനുമോൻ ജോസ് അറസ്റ്റിലായെങ്കിലും ഇയാൾ ഒരാഴ്ച മുമ്പ് ജാമ്യം നേടി ജയിൽ മോചിതനാവുകയും ചെയ്തു. മുഖ്യപ്രതി രാജേഷ് IV ഇപ്പോഴും ഒളിവിലാണ്. ഏകദിന ഉപവാസം ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി CN ബാലൻ ഉദ്ഘാടനം ചെയ്യും. ആക്ഷൻ കൗൺസിൽ കൺവീനർ PP അനിൽകുമാർ, ചെയർമാൻ ഡേവിഡ് ജോർജ് എന്നിവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് നാളെ ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ തുടക്കമാകും. ഈ മാസം 28-നാണ് പ്രധാന തിരുനാൾ. വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസാമയുടെ തിരുനാളിന് നാളെ കൊടിയേറും. രാവിലെ 11:15 ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റും. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, മാർ മാത്യു അറക്കൽ എന്നിവരും പങ്കെടുക്കും. പ്രധാന തിരുനാൾ ദിനമായ 28 വരെ എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ രാത്രി 7 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. വൈകുന്നേരം 6-ന് വലിയ പള്ളി ചുറ്റി ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വിവിധ ദിവസങ്ങളിൽ ബിഷപ്പുമാർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. പ്രധാന തിരുനാൾ ദിനമായ 28-ന് രാവിലെ 10:30-ന് സ്വർണ്ണ ദേവാലയത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. മാർ ജോസഫ് ശ്രാമികൽ സഹകാർമ്മികനായിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 12:30-ന് പ്രധാന ദേവാലയത്തിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ച് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി സംയുക്തമായി നഗരവീതിയിലൂടെ നീങ്ങി വീണ്ടും ഇടവക ദേവാലയത്തിൽ എത്തിച്ചേരും. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൽ പങ്കെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇവരുടെ സൗകര്യാർത്ഥം വിവിധ ഭാഷകളിൽ വിശുദ്ധ കുർബാനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷമായതിനാൽ തിരുനാളിന്റെ 10 ദിനങ്ങളിലും കബറുടെ ദേവാലയം 24 മണിക്കൂറും തുറന്നിട്ടിരിക്കും. ഭക്തജനങ്ങൾക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും കബറുടെ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്നതിനും നേർച്ചകാഴ്ചകൾ അർപ്പിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. ഓണം ആഘോഷിക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ 1000 രൂപയുടെയും 500 രൂപയുടെയും കാർഡുകളാണ് സപ്ലൈകോ തയ്യാറാക്കിയിരിക്കുന്നത്. ഓണം സമൃദ്ധമായി ആഘോഷമാക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ഉപഭോക്താക്കൾക്ക് ഗിഫ്റ്റ് കാർഡ് ലഭിക്കും. കാർഡുമായി ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായി മടങ്ങാം. ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത്. 1000 രൂപയുടെയും 500 രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക. 1225 രൂപ വിലയുള്ള സമൃദ്ധി ഓണക്കിറ്റ് 1000 രൂപയ്ക്കും 625 രൂപ വിലയുള്ള മിനി സമൃദ്ധി കിറ്റ് 500 രൂപയ്ക്കും 305 രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് 229 രൂപയ്ക്കും ലഭിക്കും. 18 ഇനങ്ങളാണ് സമൃദ്ധി കിറ്റിൽ ഉള്ളത്. 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, പുട്ടുപൊടി, മിൽമ നെയ്യ്, പായസം മിക്സ്, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ആട്ട, ശർക്കര, ചായപ്പൊടി, കടല, ഉലുവ, മാങ്ങ അച്ചാർ എന്നിവ 1000 രൂപയുടെ ഗിഫ്റ്റ് കാർഡിന് ലഭിക്കും. 10 ഇനങ്ങളാണ് 500 രൂപയുടെ മിനി കിറ്റിൽ ഉണ്ടാവുക. പഞ്ചസാര, അരി, തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, മിൽമ നെയ്യ്, പായസം മിക്സ്, സാമ്പാർ പൊടി, ശർക്കര പൊടി എന്നിവ ഉണ്ടാകും. ശബരി ഉൽപ്പന്നങ്ങളായ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, രസം പൊടി, ഉലുവ, കടുക്, പാലട, പുട്ടുപൊടി എന്നീ 9 ഇനങ്ങളാണ് സിഗ്നേച്ചർ കിറ്റിൽ ഉള്ളത്. ഏത് ഔട്ട്ലെറ്റിലും ഗിഫ്റ്റ് കാർഡുമായി എത്തി കിറ്റുകൾ വാങ്ങാം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂരിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നെടുമാവിൽ താമസിക്കുന്ന ചാമമ്പതാൽ പനമൂട് സ്വദേശി സത്യരാജാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. കൊടുങ്ങൂരിലെ BSNL കരാർ ജീവനക്കാരനാണ്. ഇന്നലെ രാത്രി 9 മണിക്ക് ദേശീയപാതയിൽ ഇളപ്പുങ്കൽ പെൻഷൻ ഭവന് സമീപമായിരുന്നു അപകടം. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചെറുവാണ്ടൂർ ഏറ്റുമാനൂർ സ്വർഗീയ വിരുന്ന ശ്മശാനത്തിൽ. ദളിത് ആദിവാസി മുന്നണികൾ അംബേദ്കറൈറ്റ്
മുന്നണിക്ക് രൂപം നൽകുന്നു. ഓഗസ്റ്റ് 3 തിരുനക്കരയിൽ കൺവെൻഷൻ നടക്കും. ദളിത് ആദിവാസി സംഘടനകളുടെ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് എന്ന കൂട്ടായ്മയും ഇതര ദളിത് പ്രസ്ഥാനങ്ങളും മുൻകൈയെടുത്ത് അംബേദ്കർ മുന്നണിക്ക് രൂപം നൽകുന്നു. ആഗസ്റ്റ് 3 രാവിലെ 10 മണി മുതൽ 3 മണി വരെ നടക്കുന്ന വിവിധ ദളിത് ആദിവാസി സംഘടനകളുടെ നേതൃത്വ കൺവെൻഷനാണ് മുന്നണിക്ക് രൂപം നൽകുന്നത്. കോട്ടയം തിരുനക്കരയിലുള്ള ബാങ്ക് എംപ്ലോയീസ് ഹാളിലാണ് പരിപാടി. സുപ്രീം കോടതി നിർദ്ദേശിച്ച ഉപസംവരണ വിധി മറികടക്കാനുള്ള ഭരണഘടനാ ഭേദഗതി, അതിപിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന സമഗ്ര സംവരണ നിയമം, SC/ST ഡെവലപ്മെന്റ് ആക്ട്, SC/ST വിദ്യാഭ്യാസ ഗ്രാന്റ് സംരക്ഷണം, സമഗ്ര ജാതി സെൻസസ് നടപ്പാക്കൽ എന്നിവയ്ക്ക് വേണ്ടി സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കുന്ന ദേശീയ പരിപാടി എന്നിവയെക്കുറിച്ച് മുന്നണി രൂപീകരണ കൺവെൻഷൻ തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. നമ്മൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പൊതുവിൽ അറിയപ്പെടുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങളെല്ലാം തന്നെ ഒരു കലക്റ്റീവായ ഒരു അംബേദ്കറേറ്റ് വിഷനിൽ പ്രവർത്തിക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ രൂപം നൽകാനും ഈ വിഷയങ്ങളിൽ തത്വാധിഷ്ഠിതമായ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരാണോ അവരോടൊപ്പം സഹകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഒരു പ്രബല പാർട്ടിയായ VCK ഉണ്ട്, സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് ഉണ്ട്. കേരളത്തിൽ അവരിപ്പോൾ UDFൽ പ്രവേശിക്കും എന്നുള്ളതാണ് ഏറെക്കുറെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. അങ്ങനെയാണ് എങ്കിൽ ആ പ്രസ്ഥാനം ഉൾപ്പെടെ ആയി സഹകരിക്കാനും അതോടൊപ്പം തന്നെ ഒരു മാസ് മൂവ്മെന്റ് എന്നുള്ള നിലയിൽ അംബേദ്കർ മുന്നണി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളുമായി മുന്നോട്ട് പിന്നെ എയ്ഡഡ് മേഖല സംവരണം, കാസ്റ്റ് സെൻസസിന്റെ പ്രശ്നം എല്ലാം കോംപ്രിഹെൻസീവ് ഉന്നയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അതിന്റെ ഔപചാരികമായ രൂപീകരണം 3-ാം തീയതി കോട്ടയത്ത് നടക്കും. നേതാക്കളായ ഡോക്ടർ NV ശശിധരൻ, IR സദാനന്ദൻ, രജിശങ്കർ ബോധി, CJ തങ്കച്ചൻ, VS ഷാജൻ, M ഗീതാനന്ദൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിമിഷപ്രിയയുടെ മോചനം അപ്പയുടെ അവസാന ആഗ്രഹമായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം അപ്പ വളരെ ആഗ്രഹിച്ചിരുന്നതായി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ പറഞ്ഞു. രോഗക്കിടക്കയിൽ വെച്ചും നിമിഷയുടെ മോചനത്തിനായി അപ്പ ഇടപെടൽ നടത്തി. തീരെ സംസാരിക്കാൻ വയ്യാത്ത സാഹചര്യമായിട്ട് പോലും കഴിയാവുന്നതുപോലെ ആളുകളുമായി മോചനത്തിനു വേണ്ടി അപ്പ സംസാരിച്ചിരുന്നുവെന്നും മറിയ പറഞ്ഞു. അപ്പയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇക്കാര്യം കാണുന്നതെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. അപ്പ വളരെയേറെ ആഗ്രഹിച്ചിരുന്നതാണ് നിമിഷപ്രിയയുടെ മോചനം. അപ്പ ബാംഗ്ലൂരിലുണ്ടായിരുന്നപ്പം ഞങ്ങളോട് തന്നെ തീരെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ഇടപെടാവുന്നവരോടൊക്കെ ഇടപെടുകയും എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഇപ്പം ഇറങ്ങിയിരുന്നു. അപ്പോൾ ഒട്ടും ഒച്ചയില്ലാതിരുന്ന സമയത്ത് സംസാരിക്കുന്നത്, അങ്ങനെ പല പ്രാവശ്യം അപ്പയെ കൊണ്ടാകാവുന്ന വിധം എല്ലാം ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അപ്പ ജൂലൈയിൽ മരിച്ചു. അതിനുശേഷം വളരെയേറെ ഒരുപാട് പേര് ഇതിനകത്ത് ഇടപെട്ടു. ഒരുപാട് ആളുകൾ ഇതിൻ്റെ കഠിനപ്രയത്നം ചെയ്തു. അതിൻ്റെ ഭാഗമായി ഒരു ചെറിയൊരു ആശ്വാസം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചാണ്ടി അതിൽ വളരെയേറെ മുൻകൈ എടുത്തു. അപ്പയുടെ ഒരു അവസാനത്തെ ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ചില ആഗ്രഹങ്ങൾ ഒരു ആഗ്രഹമായിട്ട് കണ്ട് നമുക്കതൊരു പേഴ്സണൽ ഒരു കാര്യമായിട്ട് നമ്മുടെ ഫാമിലിക്ക് അത് ഉണ്ട്. വധശിക്ഷ നീട്ടിവെച്ചത് ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെന്നും നിയമത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്നതായും നിമിഷപ്രിയ സന്തോഷത്തോടെ തിരികെ വരുമെന്നാണ് പ്രതീക്ഷയെന്നും മറിയ ഉമ്മൻ കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്നേഹദീപം കേരളക്കരയാകെ മാതൃകയാക്കാവുന്ന പദ്ധതിയാണെന്ന് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA. സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള 50ാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി കേരളമാകെ മാതൃകയാക്കാവുന്ന കാരുണ്യപ്രവൃത്തിയാണെന്ന് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലെ ഭവനരഹിതരായ അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും കൂട്ടായ്മയിലൂടെ ചെറിയ തുക മുടക്കി മനോഹരമായ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി നിരവധി കുടുംബങ്ങളുടെ അനേക വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സ്നേഹദീപം ഭവന പദ്ധതി കാരണമായെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള 50ാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം മുനിസിപ്പൽ പഞ്ചായത്തിലെ പൂവരണിയിൽ നിർവഹിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA. ഇത്രയും അധികം ഈശ്വരവിശ്വാസമുള്ള ഒരാളും ഇത്രയധികം മറ്റുള്ളവരെ സഹായിക്കണം എന്നാഗ്രഹിക്കുന്ന ജനപ്രതികൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പിതാവിൽ കണ്ട അതേ ക്വാളിറ്റി അദ്ദേഹത്തിൽ ഞാൻ കാണുകയാണ്. അത്രയും ജനങ്ങളോടൊപ്പം ജീവിക്കുവാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അതേസമയം അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേരിൽ പ്രചരണം നടത്തുവാനോ ഒന്നും അറിയാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്.
അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. യോഗത്തിൽ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പൂവരണി തിലമഠം ഭവനരഹിതർക്ക് വീടുകളിൽ നിർമ്മിച്ചു നൽകുന്നതിനായി സൗജന്യമായി നൽകിയ 1 ഏക്കർ സ്ഥലത്തു നിന്നും സ്നേഹദീപത്തിന് സൗജന്യമായി നൽകിയ 6 സെന്റ് സ്ഥലത്താണ് സ്നേഹദീപം പദ്ധതിയിലെ മീനച്ചിൽ പഞ്ചായത്തിലെ ആദ്യ സ്നേഹവീട് നിർമ്മിച്ചത്. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫാണ് 50 സ്നേഹവീട് നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപ സ്നേഹദീപം മീനച്ചിൽ നൽകിയത്. യോഗത്തിൽ പൂവരണി തിരുഹൃദയ പള്ളി വികാരി ഫാദർ ജോസ് മടത്തിക്കുന്നൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടകൽ, തിരുഹൃദയ സന്യാസ സമൂഹം പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെർലിൻ SH, മുൻ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിസ്ബത്ത് SH, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു പൂവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. വാഴൂർ ശാസ്താംകാവിന് സമീപത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. പുത്തൻപറമ്പ് ഭാഗത്തു നിന്നുമാണ് പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടിച്ചത്. 8 അടി നീളവും 35 കിലോയോളം ഭാരവുമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടി തന്റെ രാഷ്ട്രീയ ഗുരുവെന്ന് രാഹുൽ ഗാന്ധി. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. വിവിധ സേവന പദ്ധതികൾക്കും തുടക്കം. മലരിക്കൽ ആമ്പൽ ടൂറിസത്തിലൂടെ ഇനി കർഷകർക്കും വരുമാനം. തീരുമാനം തിരുവാർപ്പ് പഞ്ചായത്തും വിവിധ പാടശേഖര സമിതികളും ചേർന്ന യോഗത്തിൽ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ പാലാ സ്വദേശി രാജേഷ് ഐവിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ. തിങ്കളാഴ്ച കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് നാളെ തുടക്കം. പ്രധാന തിരുനാൾ ഈ മാസം 28-ന്. നാളെ മുതൽ വിശ്വാസികളുടെ പ്രവാഹം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.